കാടമം ഹിൽ റിസർവ് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഹാജരാക്കുവാൻ വനം റവന്യൂ വകുപ്പുകൾക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇടുക്കിയിലെ ഏലമടക്കാടുകളെക്കുറിച്ച് കേരള സർക്കാരിന്റെ 2 വകുപ്പുകളിൽ രേഖകൾ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. കൃത്രിമ രേഖകൾ കാട്ടി ഇടുക്കി ജില്ലയിൽ 2 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി പരഭൂമിയാക്കാൻ ശ്രമം നടത്തിയെന്ന കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. കാടമം ഹിൽ റിസർവിന്റെ സ്വഭാവം, വിസ്തീർണം എന്നിവ സംബന്ധിച്ച വനം റവന്യൂ വകുപ്പുകൾക്ക് വ്യത്യസ്ത നിലപാടാണെന്ന കാര്യം അമിക്കസ് ക്യൂറി കെ പരമേശ്വരനാണ് ചൂണ്ടിക്കാട്ടിയത്. തുടർന്നാണ് ജസ്റ്റിസ് ബി ഗവായി അധ്യക്ഷനായ ബെഞ്ച് കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ നിർദ്ദേശം നൽകിയത്. തിരുവിതാംകൂർ ഭരണ റിപ്പോർട്ട് പ്രകാരം ഏലമലക്കാടുകളുടെ വിസ്തീർണം 2,15,720 ഏക്കറാണ്. എന്നാൽ സർക്കാർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ 15,720 ഏക്കറാണെന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞു. ഹർജി സെപ്റ്റംബർ 24-നാണ് വീണ്ടും പരിഗണിക്കുക. കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിക്ക് രേഖകൾ കൈമാറാത്ത വിഷയത്തിൽ കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ ലക്ഷ്യ നടപടി സ്വീകരിക്കുവാനുള്ള നീക്കം കോടതി ഒഴിവാക്കി. കോടതിയിൽ ഹാജരായ ലാൻഡ് റവന്യൂ കമ്മീഷണർ എ കൗശിക്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഡീഷണൽ സെക്രട്ടറി TR ജയ്പാൽ എന്നിവർ കോടതിയിൽ ഖേദം അറിയിച്ചതിനെ തുടർന്നാണിത്. CEC ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. കേരള സർക്കാരിനായി ജയ്ദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷ രാജൻ ശങ്കർ, കർഷക സംഘടനകൾക്കായി അഭിഭാഷകരായ അനിത ഷെനായി, റോയ് എബ്രഹാം, സാജു ജേക്കബ് എന്നിവർ ഹാജരായി. വൺ എർത്ത് വൺ ലൈഫിനു വേണ്ടി രാഗേന്ദ്ര ബസന്ത്, എ കാർത്തിക് എന്നിവരും ഹാജരായി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.